And now let's welcome on stage contestant number 23. ജീവിതത്തിൽ നാം ഭയപ്പെടേണ്ട ഒരേ ഒരു വസ്തുത നമ്മളിലെ നന്മ ഈ ലോകം അറിയാതെ പോകുമോ എന്നുള്ളത് മാത്രമാണ്. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആഗ്രഹങ്ങൾക്കൊപ്പം ചുവടുവെക്കുവാൻ കഴിയാതെ പോയ ഒരു കുട്ടിക്കാലം, സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടും പിന്നോക്കം തള്ളിപ്പെട്ട ഒരു യൗവനത്തിൽ നിന്ന് ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയായി എസ്പാനിയോ ഇവൻസിൻ്റെ ഈ മഹനീയ വേദിയിൽ നിൽക്കുന്നത് അനുഭവങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അനുഗ്രഹീയമായ ഒരു വിവാഹ ജീവിതത്തിലൂടെയുമാണ്. ഇതിനായി 30 വർഷത്തോളം ത്യാഗം സഹിച്ച എൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനമായി അവരുടെ സ്വപ്നം ഇവിടെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ദിവ്യാശ്രീ MBAക്ക് ശേഷം ഹൈജീനിക് പ്രോഡക്ട്സിൻ്റെ ഒരു സ്ഥാപനം സ്വദേശത്ത് ആരംഭിക്കുകയും ഒപ്പം ഖത്തറിൽ ജോലിയും ചെയ്തു വരുന്നു. നൃത്തവും യോഗയുമാണ് എനിക്ക് ഏറെ ഇഷ്ടം. എത്ര തന്നെ സമത്വത നേടിയാലും നാം സ്ത്രീകൾ പൂർണ്ണ പുരോഗതിയിൽ എത്തിച്ചേർന്നിട്ടില്ല. മാനസിക കരുത്ത് കുറവുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, അനുഭവങ്ങൾ പങ്കുവെക്കുക, സഹകരണ സംരംഭങ്ങൾ ഒരുക്കി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ പ്രായവ്യത്യാസമന്യേ ധാരാളം പേർക്ക് സാന്ത്വനമാകുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. സ്ത്രീയുടെ തന്നെ ശത്രു ആവാതിരിക്കുക. എന്നിലെ നന്മ പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി. Meet contestant number 24. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാരി ഗൗരി. ഞാൻ അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്നും വരുന്നു. ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. കുടുംബിനി ഉദ്യോഗസ്ഥ എന്നതിലേക്ക് ഉപരിയായി ഞാൻ സാമൂഹ്യ സേവന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. വിദ്യയാണ് മഹാധനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊറോണ ലോക്ക്ഡൗൺ സമയത്ത് നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള മൊബൈൽ ഫോൺ വിതരണത്തിൽ എനിക്ക് പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പിന് വേണ്ടി ഞാനിപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്വപ്നവും വലുതല്ലെന്നും ഈ ലോകത്തിൽ കുടുംബമോ കുട്ടികളോ പ്രാരാബ്ദങ്ങളോ ഒന്നിനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിടിച്ചു കെട്ടാനാവുകയില്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. നന്ദി, നമസ്കാരം. Moving on to the 25th contestant, let's have contestant number 25 on the ramp. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. നമ്മുടെ ജീവിതം എന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഓരോ മനുഷ്യനും ആദ്യം ജയിക്കുന്നതും തോൽക്കുന്നതും സ്വന്തം മനസ്സിലാണ്. 30 കോടി ദൈവങ്ങളിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക എന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ളത്. ഞാൻ അനിത വിനോദ്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് സ്വദേശം.
15 വയസ്സുള്ള ഒരു മകനുണ്ട്. ഭർത്താവ് ഡിഫൻസ് ഓഫീസർ ആയതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോകുന്നതിനും സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകളുമായി പരിചയപ്പെടുന്നതിനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു ടീച്ചറായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഡിഫൻസ് സംഘടനകളുടെ ഭാഗമായും ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പരിമിതികൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. സ്വന്തം സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സുന്ദരിയാകുന്നതെന്നും അതിന് നമ്മുടെ വയസ്സോ നമ്മുടെ സാഹചര്യങ്ങളോ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ള സന്ദേശം ഈ വേദിയിലൂടെ എൻ്റെ ജീവിതത്തിലൂടെ എല്ലാവരോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വഴികൾ നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട്. ആരോ കണ്ടെത്തിയ വഴികൾ, ആരൊക്കെയോ കടന്നുപോയ വഴികൾ. നമുക്കൊന്നുകിൽ ആ വഴികളിലൂടെ തന്നെ കടന്നു പോകാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലെത്തുന്നതിനായി ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാം. നന്ദി, നമസ്കാരം. So now let's move on to the next contestant, contestant number 26. എൻ്റെ പേര് സോണിയ വിനു. എൻ്റെ നാട് പാലക്കാടാണ്. ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ അടുത്ത് ബഹ്റൈനിൽ വെച്ച് നടന്ന ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. മിസ്സിസ് ബ്യൂട്ടിഫുൾ എന്ന ഫസ്റ്റ് റണ്ണറപ്പ് എനിക്ക് ലഭിച്ചിരുന്നു. ഞാൻ ബഹ്റൈനിൽ ഒരു നോൺ പ്രോഫിറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വോളണ്ടിയറായിട്ട് പോകാറുണ്ട്. കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സോ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. സോ അത് ഞാൻ എൻ്റെ വീക്കെൻഡ്സിൽ സമയം കിട്ടുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് കൂടി വേണ്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള സ്ത്രീകളുണ്ട് നമ്മളുടെ ഇടയിൽ. പക്ഷെ അവർക്കൊന്നും ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് വരാൻ പറ്റാറില്ല. അപ്പോൾ അവർക്കൊരു പ്രചോദനമാവാനും ഒരു എൻകറേജ്മെൻ്റ് ആവാനും എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എന്നൊരു വിശ്വാസം കൊടുക്കാനും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. Now let's have contestant number 27 on the stage. എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ 34 വർഷങ്ങളിൽ പലപ്പോഴായി ഞാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കൊതിച്ച ഈ വേദിയിൽ ഇന്നിവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതുപോലെ പ്രയത്നവും നമ്മളിൽ നേട്ടങ്ങൾ കൈവരിയാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ അശ്വതി രഞ്ജിത്ത്, കോഴിക്കോട് നിന്നും വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. കൂടെ വളർന്നു വരുന്ന കുട്ടി ഡോക്ടർമാർക്ക് വിദ്യ അഭ്യസിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്. ജോലി ഒരു അഭിനിവേശമായപ്പോൾ സ്വന്തമായ ഒരു ആരോഗ്യ സ്ഥാപനം തുടങ്ങാനുള്ള ഊർജം എനിക്ക് കിട്ടി. വിവാഹശേഷം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന സ്ത്രീ സുഹൃത്തുക്കൾക്ക് മാതൃകയാവണമെന്ന ആഗ്രഹവും അതിനുവേണ്ടി പ്രയത്നിക്കാനും എനിക്ക് സാധിച്ചു. എൻ്റെ കുട്ടികളുടെ ജനനശേഷം ഞാൻ PG പഠിത്തം പൂർത്തിയാക്കുകയും ഇപ്പോൾ ഞാൻ 3-ാം വർഷ PhD വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ വന്ന് നിൽക്കുവാനും അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ തികഞ്ഞ സംതൃപ്തിയോടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എനിക്ക് ശക്തി പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി. Next on ramp, I would like to invite contestant number 28.
മാന്യസദസ്സിന് വന്ദനം. അക്ഷരനഗരിയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് പുത്തൻ പ്രതീക്ഷകളുമായി പാട്ടുപാടാൻ ഇഷ്ടപ്പെടുന്ന, കഥകളും കവിതകളും എഴുതുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ ഞാൻ ശ്രീത ശ്രീനിവാസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദത്തിന് ശേഷം ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലൈസ് ചെയ്ത് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിൽ കൺസൾട്ടൻ്റായി ജോലി നോക്കുന്നു. ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥകളിലൊന്ന് അവന് ആരോഗ്യം നഷ്ടപ്പെടുന്നതാണ്. ആ അവസരത്തിൽ അവന് സ്നേഹവും പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ നൽകുന്നത് ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമാണ്. അങ്ങനെ ഒരാളാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാണുന്നവൻ്റെ കണ്ണുകളിലാണ് സൗന്ദര്യം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എന്നെ ഈ ഫിനാലയിലേക്ക് സെലക്ട് ചെയ്ത ജഡ്ജസിനും എസ്പാനിയോ ഈവൻസിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. മാറ്റമുണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തർക്കുമാണ്. കാരണം ഇന്നിൻ്റെ മാറ്റമാണ് നാളെ ചരിത്രമായി മാറുന്നത്. എൻ്റെ ആത്മവിശ്വാസമാണ് എൻ്റെ സൗന്ദര്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി. Now, ladies and gentlemen, let's meet contestant number 29. Good afternoon, judges. Good afternoon, ladies and gentlemen. Myself, Swati Vijay Amal, born in Kannur, brought up in Malawi, warm heart of Africa. If somebody asked me about this pageant few months before, it would have been an impossible dream for me. We as a family came for our usual annual holiday to our God's own country, Kerala. But our usual health checkup resulted in my dad requiring an immediate liver transplant. But by God's grace, I ended up being the perfect organ donor. It was indeed a very long, difficult roller coaster ride. But we as a family overcame it successfully, and at the end of the day, both me and Dad lost all that unnecessary fat, became more healthy and happier. With the help of this platform, I want to emphasize on two things. Health is wealth. Please do not neglect your health at any cost. Please do keep a track on your health. And organ donation is not a scary thing. It's a small act of kindness that can indeed save a life. Thank you. അങ്ങനെ we are done with the 20s and moving on to the 30s. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു contestant number 30. നമസ്കാരം, ഞാൻ അപർണ വേണുഗോപാൽ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. യാത്രകൾ ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുന്നത് നമ്മെ തളർത്താനല്ല, പകരം നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണത്. എൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് സ്വയം പര്യാപ്തത നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വപ്നം കാണാൻ ആരംഭിക്കുന്നതും അതിനുശേഷമാണ്. ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ വേദിയിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളതും. നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് ശക്തവും തീവ്രവുമാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന ആൽക്കമിസ്റ്റിലെ വാക്കുകളാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. നന്ദി.
So 30 down, 3 more to go. Inviting contestant number 31. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ രേഷ്മ രാധാകൃഷ്ണൻ. പഠിച്ചതും വളർന്നതും മുംബൈയിലാണ്. IT ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ലണ്ടനിൽ ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഭരതനാട്യം കുച്ചിപ്പുടിയിലും അരങ്ങേറ്റവും കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റും നേടാൻ സാധിച്ചു. 4 years back, I had to move to Mexico for a career assignment, and due to some circumstances, from 1 year it extended to 4 years. That was life's most challenging phase of the journey because I had to live my life without my family, all alone in a country where majority of the population speaks Spanish, and I was not aware of Spanish back then. But in spite of all of that, I faced a couple of judgments also from the society for leaving my son with my husband and parents back in India. As the world was fighting with COVID, I was fighting with myself from this emotional breakdown. But at one point, I decided, rather than running away from it, let's face it, let's embrace it with more confidence. That's when I realized we all are stronger than what we think we are. I used all of those time to reinvent myself, to overcome my fear. I did all of the things that I wanted to do. I started dancing again, acting, anchoring, adventure sports, everything that I wanted to do. I believe as and when we get engrossed in our day-to-day life, performing different duties or various roles of a mother, wife, daughter, daughter-in-law, sister, sometimes we tend to stop overlooking at ourselves. We should give priority to ourselves, and we should keep ourselves happy and motivated. This is what I think. So when I stand here on this beautiful ramp, I feel that self-love is the most important aspect of our life, wherein we can have a positive approach towards life and we can spread that positivity across the family and society. So when I stand here on this beautiful ramp, I'm thankful to God and each one of them who was part of my life journey that helped me become a better version of myself. I'm happy, content that I'm achieving one of my dreams and many more yet to go. Thank you so much. അപ്പോൾ നമ്മുടെ 31 ഫൈനലിസ്റ്റുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ എല്ലാവരെയും? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി വലിയൊരു കയ്യടി കൊടുക്കാം. സോ പല സ്ഥലങ്ങളിൽ നിന്നുള്ള, പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ള, പല ഏജ് ഗ്രൂപ്പിലുള്ള നമ്മുടെ വനിതാ രത്നങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവരിൽ നിന്ന് ഒരാളെ ഗ്രാൻഡ് ഫിനാലെയുടെ അവസാനം ജഡ്ജസ് ടൈറ്റിൽ വിന്നറായി മിസ്സസ് കേരള 2022 ആയി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അത് ആരാണെന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് ആൻഡ് ഓൾസോ ദ ഗ്രാൻഡ് ഫിനാലെ. ഈ സമയം ജഡ്ജസ് അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ പോകുമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ റിസൾട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് അവർക്ക് കൊടുക്കാം.